ஹாய் கைஸ், நாம் இன்னைக்கு என்ன எக்ஸ்பிளைன் பண்ண போறோம்னா வாட்டர் பிளான்ஸ். அது என் தம்பி இன்னைக்கு ஃபுல்லாக கிளியராக எக்ஸ்பிளைன் பண்ண போகிறேன். ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എല്ലാ പ്ലാന്റ്സും കാണാം. എൻ്റെ ഫാമിലുള്ള എല്ലാ പ്ലാന്റ്സും കാണാം. അപ്പോൾ നമുക്കതിനിടയ്ക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയ ഒച്ചാണ്. ഇത്ര ഒച്ചുണ്ട്. ഒരു പ്ലാന്റിൽ നിന്ന് ഇത്രയും കിട്ടണത് വലിയ സംഭവമാണ്. അപ്പോൾ നമുക്കിത് താഴെ ഇട്ടാൽ മതി, അത് ചത്തുവും. അവിടെയൊക്കെ ഇട്ടു അല്ലെങ്കിൽ ചത്തുവും. അപ്പോൾ നമുക്ക് ആദ്യം കാണിക്കാം. ഈ ഒരു ടാങ്കിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ പേരാണ് ഫോക്സ് ടെയിൽ. വേണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കാണാൻ. ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത് ഈ ചെടിയുടെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം. അടുത്ത് ഈ ഒരു ചെടിയുടെ പേരാണ് കബോംബ. കബോംബയാണ്, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് എല്ലാ സൈസും ഉണ്ട്. ഏകദേശം ഒരു മനുഷ്യൻ്റെ അത്ര സൈസ് വരെ ഇതുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലുണ്ട് അത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിപ്പോൾ തന്നെ എൻ്റെ ഒരു കയ്യിൽ അത്ര ഉണ്ട്. ഇത്ര വലിയ പ്ലാന്റ്സൊക്കെ ഉണ്ടാവാൻ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് കബോംബ. ഇതിൻ്റെ ഈ എഡ്ജ് കാണാനാണ് ഭംഗി. ഈ അറ്റവും പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കണ്ട ഫ്രണ്ട്സ്, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇത് നടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നടാൻ നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് എടുത്ത പോലെ തിരിച്ചിടണം. അതിനുശേഷം നമുക്ക് ഓരോ ചെടിയും കൂടെ ഉണ്ട്. നമുക്ക് ഫോക്സ് ടെയിൽ കാണിച്ചു, കബോംബയും കാണിച്ചു. അടുത്തൊരു ചെടിയുണ്ട്. അപ്പോൾ ഇത് ഏതൊരു ആമ്പലാണ്. ഈ മുല്ലപ്പൂ പോലെ പൂക്കുന്ന ഒരു ആമ്പലാണ്. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. ആമ്പൽ പോലെയാണ് ഇലയൊക്കെ ഇരിക്കുന്നത്. വെള്ളത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് അറിഞ്ഞൂടെ പേരെന്താണെന്ന്. അതിനുശേഷം നമുക്കിനി അവിടെയാണുള്ളത്, ഇവിടെ തീർന്നു. പിന്നെ ആ സൈഡിലേക്ക് പോവാം. അപ്പോൾ അവിടെ ഈ സൈഡിലുള്ള എല്ലാ മീനും കാണണമെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ടാങ്ക് കണ്ടാൽ മതി. ഇതിനകത്തുള്ള പ്ലാന്റ്സൊക്കെയാണ് ഇനി ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ബെന്നി വോട്ട് അങ്ങനെയാണ് പറയുന്നത്. ഇതിൻ്റെ പേര് ബെന്നി വോട്ട്. അടുത്ത് ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ സാധാ വാട്ടർ കേബേജാണ്. എല്ലാ സൈസും കാണും. അപ്പോൾ ഇത്ര ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ പേരാണ് ബെന്നി വോട്ട്, അതായത് വാട്ടർ പോപ്പി. അപ്പോൾ ഇതിൻ്റെ രണ്ടില മാത്രം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടി നോക്കിയാൽ നമുക്ക് അപ്പോൾ മിക്കവാറും പ്ലാന്റ് വളർത്തുന്നവർ കാണും. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ജെല്ല് പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആ ജെല്ല് കണ്ട് അതിനെ എടുത്ത് കളയണം. അത് ഒച്ചിൻ്റെ മുട്ടയാണ്. അത് നമ്മളിങ്ങനെ ചതച്ച് കളഞ്ഞാൽ മതി, അതങ്ങ് പോവും. അഥവാ പോയില്ലെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വാങ്ങിച്ച് നമ്മളിത് അതിനകത്ത് ഇങ്ങനെ മുക്കിയെടുത്താൽ മതി. ആ മുട്ടയൊക്കെ അപ്പം തന്നെ പോയിക്കോളും. അപ്പോൾ ഇത് ബെന്നി വോട്ടാണ്, അതായത് ബെന്നി വോട്ടല്ല, വാട്ടർ പോപ്പി. അതിനുശേഷം ഇവിടത്തെ തിന്നു. ഇനി അടുത്ത് അവിടെ പോകണം. അപ്പോൾ പോവാം. അടുത്ത് ഫ്രണ്ട്സ്, നമുക്കിനി കാണാനുള്ളത് ഒരേ ഒരു ചെടി മാത്രമാണ്. അപ്പോൾ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ചെടികളാണ് നമ്മുടെ ഉള്ളത്. കൂടെ അസ്റ്റോള എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതിപ്പോൾ നമ്മളതിൽ കാണിക്കാനില്ല. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം. പിന്നെ മഴ ആയതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാത്തത് കറക്റ്റായിട്ട്. അപ്പോൾ മഴ വന്നും കുറഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു കുക്കിംഗ് ചാനൽ ഇടുന്നതായിരിക്കും, ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മഴയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വെളിയിൽ വെച്ച് തന്നെ ചെയ്യും. മഴ ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫാമിലിയും എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് യൂട്യൂബിൽ കയറാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബിലെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. കുറേ പേര് കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല. അപ്പം 107 പേര് കണ്ടിട്ടുണ്ട്. അതിൽ 22 പേര് മാത്രമേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.
ബൈ.